ഹലോ, ഞാനിവിടെ എത്തി. എവിടാ? ഇവിടെ സൗമ്യ, ഇവിടെ ഞാൻ വരാം. അതുവഴി കറങ്ങി വരാം. ശരി. ഓക്കെ. ഹലോ. എന്താ പരിപാടി? വാ കേറ്. എങ്ങോട്ട്? ഒന്ന് കേറടോ. ഇത് വെച്ചോ, ഇല്ലെങ്കിലേ പണി കിട്ടും. സൂക്ഷിച്ചേർന്നേ. പോവാം. വാ, നമ്മുടെ സ്വന്തം സ്ഥലം. ഇതെന്താ ഇവിടെ? നമുക്കിരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ സ്പേസാ. ഹാ, എന്നെ വിശ്വാസമില്ല? വാ. ഓ, ഒരു പടക്കം പൊട്ടുന്ന വിശേഷം. നീ അറിഞ്ഞില്ലേ? ഞാൻ അറിയില്ലല്ലോ. അത് നീ വല്ലപ്പോഴും വരണം. നിങ്ങളൊരുമാതിരി വിളിച്ച സമയത്ത് കാര്യം പറയില്ല. പറയാടേ, നീ മിണ്ടാടേ. കൊച്ചു വന്ന് നിൽക്കുന്നു. കേറിക്കോ, മുകളിലാ. ഞാൻ വരാം. ചെല്ല. നീ വിനോദിന്റെ കാര്യം അറിഞ്ഞാ മൊത്തം പൊളിഞ്ഞ്. ആണോ? അതേറ്റവും നല്ലല്ലോ. അല്ലേ, അവനത് വേണം. നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറയുമ്പോഴേക്കും നിനക്ക് അതെ, അവിടെ റൂം. വാ. നമുക്ക് അന്നിരുന്ന പോലെ ഏതെങ്കിലും ഒരു മാളിലിരുന്നാ മതിയായിരുന്നു. എന്നും ഇങ്ങനെ ഒരുപോലെ ഇരുന്ന എന്ത് രസം. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും നോക്കാനും പിടിക്കാനൊന്നുമില്ല. സ്വസ്ഥം, സമാധാനം. വാ, കയറിക്കോ. ആഹാ, ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം. ഫിനോയിലിന്റെ മണോ. ആ, ആദ്യം അങ്ങനെയൊക്കെ തോന്നും, പിന്നെ അങ്ങ് ശീലമായിക്കോളും. അതെ, ഒരു മിനിറ്റ്. ആ, നീ കുറച്ച് തടിച്ചല്ലോ. ആണോ? പക്ഷേ താൻ അതുപോലെ തന്നെ ഉണ്ട്. കുറച്ച് സൗന്ദര്യം അങ്ങോട്ട് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആണോ? തൻ്റെ കോസ്റ്റ്യൂം സെൻസേ അസാധ്യ. എന്താ തനിക്ക് ചേരുന്നതെന്ന് തനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊക്കെ എന്തെങ്കിലും കൈ കിട്ടുന്ന എടുത്തെങ്കിലും അത്ര. വർത്താനം പറഞ്ഞ ആളെ പിടിച്ചിരുത്താൻ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഓർമ്മയില്ല ഞാൻ അന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചത്, യുവർ കോസ്റ്റ്യൂം സെൻസ് ഈസ് അമേസിങ് എന്ന്. അത് മാത്രമല്ല, പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് പുച്ഛഭാവം അല്ലേ? പുച്ഛമൊന്നുമില്ല. താങ്ക് യു. എന്നെ കാണാനും ഞാൻ പറയുന്നൊക്കെ കേൾക്കാനും നീ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. എന്നാ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ? ആ, അതാണ്. അതെ, നമ്മളിപ്പോൾ കണ്ടിട്ട് എത്ര നാളായി കാണും? 2 മാസം. ജനുവരി 4 ലുലു മാളിൽ വെച്ച്.
നീ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഗോവയിൽ പോയി വന്ന ശേഷമല്ലേ നമ്മൾ കണ്ടത്? ആ, അന്ന് തുടങ്ങിയ ബിയറടിയാ. ഉം. ചുമ്മാ അതല്ല, തടി വെക്കാതിരിക്കൂ. ഉം. അല്ല, നമുക്കൊരു ബിയർ എഴുതി അടിച്ചാലോ? നീയല്ലേ എന്ന് പറഞ്ഞത് ബിയർ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്? ഇന്നിപ്പോൾ എന്തായാലും നടക്കൂല. എനിക്ക് ഉടനെ ഇറങ്ങണം. വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ട്. വേറൊരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പം നമുക്കടിക്കാം. എന്തോ ചിരിക്കുന്നേ? അല്ല, ലൈഫിലെ ഓരോ സംഭവങ്ങളെ 6 മാസം മുമ്പ് ഒരു പരിചയമില്ലായിരുന്ന നമ്മൾ ഈ ലോഡ്ജിലിരുന്ന് വെള്ളം അടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എൻ്റെ ലൈഫിലേ ഞാൻ ഇത്ര പെട്ടെന്ന് കണക്റ്റ് ആയിട്ടുള്ള വേറൊരാളില്ല. ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരേ ഒരാൾ നീ മാത്രം. നമ്മളിത് 3-ാം തവണയല്ലേ കാണുന്നേ? ഒന്നിനും ഒരു ഉറപ്പില്ലല്ലേ? അതെ, ഞാൻ വളരെ തിരക്കുള്ള ഒരാളാണ്. തന്നെ പോലെ ഡേറ്റും സമയമൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്.